ഹായ്, ഇന്ന് നമ്മൾ മികച്ച ഗ്രാമങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് വില്ലേജസ് ഇൻ കേരള. സംയോജിത ശിശുവികസന സേവന പദ്ധതിക്ക് കേരളത്തിൽ തുടക്കമിട്ടത് വേങ്ങര ബ്ലോക്കിലാണ്, മലപ്പുറം. രണ്ടാമത്തെ, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പഞ്ചായത്ത്. സാക്ഷരതാ പഞ്ചായത്ത് പള്ളിച്ചൽ, തിരുവനന്തപുരത്താണ്. പള്ളിച്ചൽ, തിരുവനന്തപുരം. അതായത് സാക്ഷരത എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ലിറ്ററസി അല്ല, ഇലക്ട്രോണിക് ലിറ്ററസിയാണ്. അത് പള്ളിച്ചൽ, തിരുവനന്തപുരത്താണ്. മൂന്നാമത്തെ, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് വെള്ളനാട്, തിരുവനന്തപുരം. ഈ ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ ഫയലുകളൊന്നും കുമിഞ്ഞു കൂടിക്കെടുക്കുന്നത് കാണുന്നുണ്ടാവില്ല. എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. 100% കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വില്ലേജ് ഏത്? ചമ്രവട്ടം, മലപ്പുറം. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ, തിരുവനന്തപുരമാണ്. വെങ്ങാനൂർ, തിരുവനന്തപുരം. 100% നിയമസാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമം ഒല്ലൂക്കര, തൃശ്ശൂരാണ്. തൃശ്ശൂർ അയ്യന്തോൾ കോടതിയുടെ അടുത്താണ്. അപ്പോൾ ആ ഭാഗത്ത് വക്കീലന്മാർ വീടൊക്കെ വാടകയ്ക്ക് എടുക്കുന്ന ഫുള്ള് വക്കീലന്മാരാണ്. അപ്പോൾ 100% നിയമസാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമം ഒല്ലൂക്കര, തൃശ്ശൂരാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമപഞ്ചായത്ത് പോത്തുകലാണ്, മലപ്പുറം. നല്ല വൃത്തിയുള്ള ആൾക്കാരാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമപഞ്ചായത്ത് പോത്തുകൽ, മലപ്പുറം. ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാര വിമുക്ത ഗ്രാമം അത് വരവൂറാണ്. വ്യവഹാര വിമുക്ത ഗ്രാമം എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഉള്ളവർ എല്ലാവരും സത്യശീലന്മാരാണ്. ഒരാളുടെ പേരിൽ പോലും ഒരു പെറ്റി കേസ് പോലും ഇല്ല. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ബാലപഞ്ചായത്ത് നെടുമ്പാശ്ശേരി, എറണാകുളം. നേരത്തെ ശിശു സൗഹൃദ പഞ്ചായത്താണ്. ശിശു സൗഹൃദ പഞ്ചായത്തും വേറെ, ബാലപഞ്ചായത്തും വേറെ. ശിശു സൗഹൃദ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വെങ്ങാനൂരാണ്. ബാലപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നെടുമ്പാശ്ശേരി, എറണാകുളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് മടിക്കൈ, കാസർഗോഡാണ്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം, ഇടുക്കി. കേരളത്തിലെ ഏക സമ്പൂർണ്ണ ആദിവാസി ഗ്രാമം ഏതാണ്? ഇടമലക്കുടിയാണ്, ഇടുക്കിയിലാണ്. ഏക സമ്പൂർണ്ണ ആദിവാസി ഗ്രാമം ഇടമലക്കുടി. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ കന്നുകാലി ഗ്രാമം മാട്ടുപ്പെട്ടി, ഇടുക്കിയിലാണ്. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള ആദ്യത്തെ സ്വരാജ് ട്രോഫി കൊണ്ടുപോയത് 1995 നേടിയത് കഞ്ഞിക്കുഴി, ആലപ്പുഴക്കാരാണ് ആദ്യത്തെ സ്വരാജ് ട്രോഫി കൊണ്ടുപോയത് കേട്ടോ. 1972 ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എവിടെ? ചിതറ, കൊല്ലത്താണ് ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മഞ്ചേശ്വരം, കാസർഗോഡ്. 100% നിയമസാക്ഷരത നേടിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് ചെറിയനാട്. നേരത്തെ പറഞ്ഞത് 100% സാക്ഷരത നേടിയ ഗ്രാമമാണ്, അത് ഒല്ലൂക്കരയാണ്. ഇവിടെ 100% നിയമസാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ചെറിയനാട്, ആലപ്പുഴ. സ്വന്തമായി ജലനയം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് പെരുമണ്ണ, കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് മാരാരിക്കുളം സൗത്ത്, ആലപ്പുഴ. അതായത് മാരാരിക്കുളം സൗത്താണ് വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത്. ഇത് കേൾക്കുമ്പോൾ തോന്നും ബാക്കിയുള്ള ഗ്രാമപഞ്ചായത്തിലെ പെണ്ണുങ്ങൾ കാണുമ്പോൾ തന്നെ അടിയാണ്. അല്ല, വനിതാ സൗഹൃദം എന്ന് ഉദ്ദേശിക്കുന്നത് വനിതകളെ അപ്ലിഫ്റ്റ്മെൻ്റ് ആണ്. അതായത് അവരെ ഉയർത്തിക്കൊണ്ടുവരിക. അത് കേരളത്തിലെ ആദ്യത്തെ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് മാരാരിക്കുളം സൗത്ത്, ആലപ്പുഴ. പൊതുജനങ്ങൾക്ക് ആദ്യമായി സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ഗ്രാമപഞ്ചായത്ത് ഇരവിപേരൂരാണ്, പത്തനംതിട്ടയിലാണ്. രവിപേരൂർ പോയിട്ടുണ്ടെങ്കിൽ വീടുകളിൽ ഒരാളെയും കാണില്ല, എല്ലാവരും പഞ്ചായത്ത് ഓഫീസിൻ്റെ അപ്പുറത്തൊക്കെ നിന്ന് ഫോണിൽ കുത്തി കളിക്കുന്നത് കാണാമല്ലേ. അപ്പോൾ പൊതുജനങ്ങൾക്ക് ആദ്യമായി സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ഗ്രാമപഞ്ചായത്ത് ഇരവിപേരൂരാണ്, പത്തനംതിട്ടയിലാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ മുഴുവൻ പട്ടികജാതി വനിതകളെയും ഉൾപ്പെടുത്തി സമ്പൂർണ്ണ SC/ST രജിസ്ട്രേഷൻ പഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെട്ടത് അങ്ങാടിപ്പുറമാണ്, മലപ്പുറം. ഇനി ലിംക ഓഫ് റെക്കോർഡ്സിൻ്റെ വികസനം എന്ന അധ്യായത്തിൽ ഇടം നേടിയ ഗ്രാമപഞ്ചായത്താണ് ഇരവിപേരൂർ. ഇന്ത്യയിൽ ആദ്യമായി പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് നേടിയ
ഗ്രാമപഞ്ചായത്ത് ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രവിപേരൂർ തന്നെ. അതേപോലെ തന്നെ കേരള സർക്കാരിൻ്റെ പ്രഥമ ബയോഡൈവേഴ്സിറ്റി പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്തും രവിപേരൂരാണ്. ഇനി ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ തയ്യാറാക്കിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് എടവകയാണ്, അത് വയനാടാണ്. ഓക്കെ, 2015-16 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്ത് സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം ജില്ലാ പഞ്ചായത്താണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയതോ എടക്കാട്, കണ്ണൂരാണ്. ജില്ലാ പഞ്ചായത്ത് കൊണ്ടുപോയത് കൊല്ലമാണ്, എങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് കണ്ണൂർക്കാണ് പോയത്, എടക്കാട്, കണ്ണൂർ. ഇനി മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ളത് സ്വരാജ് ട്രോഫി നേടിയതോ ചെമ്പിലോട്, കണ്ണൂർക്കാർക്കും ശ്രീകൃഷ്ണപുരം പാലക്കാട്ടുകാർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് നോക്കണം, ബ്ലോക്ക് പഞ്ചായത്ത് നോക്കണം, ഗ്രാമപഞ്ചായത്ത് നോക്കണം. ഇനി മികച്ച ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിർവഹണ പഞ്ചായത്ത് ഏതാണ്? തളിക്കുളം. മികച്ച ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നല്ല പണിക്കാരാണ് അവരൊക്കെ അവിടെ ഉള്ളത്. അവരാണ് തളിക്കുളം, തൃശ്ശൂരാണ്. തളിക്കുളം തൃശ്ശൂരുകാരാണ് എന്ത് മികച്ച ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഇനി കേരളത്തിൽ ആദ്യമായി ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി അയൽക്കൂട്ടം രൂപവത്കരിച്ച പഞ്ചായത്ത് ഏതാണ്? വെങ്ങോലയാണ്. കേരളത്തിൽ ആദ്യമായി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് അയൽക്കൂട്ടം രൂപവത്കരിച്ച പഞ്ചായത്താണ് വെങ്ങോല. ഒന്ന് ആലോചിക്കണേ, എന്തോരം ആൾക്കാരാണ് അപ്പോൾ ഇവിടേക്ക് വന്നിട്ട് വേണമല്ലേ. അപ്പോൾ ഈ ഗ്രാമങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. താങ്ക് യു.